കോഴിക്കോട് മലയോര മേഖലയിൽ ശക്തമായ കാറ്റും മഴയും. മാവൂർ മേഖലയിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ വെള്ളം കയറി. ഗ്രാമീണ റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞിപ്പുഴയും കരകവിഞ്ഞു. വെള്ളപ്പൊക്കം രൂക്ഷമായതോടെ ഊർക്കടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ 16 ഷട്ടറുകളും പൂർണ്ണമായും ഉയർത്തി. റോഡുകൾ മുങ്ങിയതോടെ മിക്ക പ്രദേശങ്ങളിലേക്കും ഗതാഗതം നിലച്ചിട്ടുണ്ട്. വിലങ്ങാട് വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വൻ കൃഷിനാശമുണ്ട്. ഏക്കർ കണക്കിന് റബ്ബർ, തെങ്ങ് മുതലായവ നശിച്ചു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കനത്ത നാശനഷ്ടമാണ് കോഴിക്കോട് മലയോര മേഖലയിൽ ഈ മഴ മൂലം ഉണ്ടാകുന്നത്. കാറ്റും മഴയും നിരവധി റോഡുകളിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്നു, മണ്ണിടിയുന്നു, വെള്ളപ്പൊക്കം, നിരവധി വീടുകൾക്കും ഒക്കെ നാശനഷ്ടം. കൂടുതൽ വിവരങ്ങൾ ദിസ്ന. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ മഴയാണ് കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് വയനാടിന് സമാനമായ ദിവസം തന്നെയാണ് ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആ വിലങ്ങാട് വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏക്കർ കണക്കിന്, അതായത് ഇന്നലെ രാത്രിയോടെയാണ് മിന്നൽ ചുഴലി ഉണ്ടായത്. കുറ്റ്യാടി, നാദാപുരം ഏരിയകളിലൊക്കെ തന്നെയും ഇത്തരത്തിലൊരു മിന്നൽ ചുഴലി അനുഭവപ്പെട്ടിരുന്നു. ഏക്കർ കണക്കിന് കൃഷി വിലങ്ങാട് നശിച്ചു എന്നൊരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, വിലങ്ങാട് ഒരു വീട് തകർന്നിട്ടുണ്ട്. വീട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് വിലങ്ങാട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വെള്ളപ്പൊക്കം, അതായത് അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ കോഴിക്കോട് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഈ മാവൂർ പ്രദേശങ്ങളിൽ എല്ലാ വീടുകളിലും ഏകദേശം വെള്ളം കയറിയ ഒരു സാഹചര്യമാണുള്ളത്. ഊർക്കടവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ 16 ഷട്ടറുകളും പൂർണ്ണമായും ഉയർത്തി എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറുപുഴയും ഇരുവഴിഞ്ഞിയും കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. ചാത്തമംഗലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ, അതായത് ഈ പുഴയോട് അടുത്ത് താമസിക്കുന്ന പ്രദേശവാസികൾക്കൊക്കെ തന്നെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിനോദ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വലിയ നാശനഷ്ടം തന്നെയാണ് ഈ തീരദേശ മേഖലയിലും ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഗോദീശ്വരം മുതലായ ാണ്. നമുക്കറിയാം, പ്രതിഷേധമൊക്കെ തന്നെയും ഉണ്ടായ ഒരിടമാണ് ഈ ഗോദീശ്വരം എന്ന് പറയുന്നത്. കടൽഭിത്തി നിർമ്മാണമൊക്കെ തന്നെയും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെയൊക്കെ തന്നെയും വലിയ രീതിയിൽ വെള്ളം കയറിയ ഒരവസ്ഥയാണ് നിലവിലുള്ളത്. എന്തായാലും നമുക്ക് കൊയിലാണ്ടി നഗരസഭയിലെ 3 നഗരസഭയിലെ വീടുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും മഴ കനത്തു പെയ്യുകയാണ്. മലയോര മേഖലയിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് വിലങ്ങാട് പ്രദേശം തന്നെയാണ്. ഇന്നലെ ആ പ്രദേശത്തൊക്കെ തന്നെയും മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നതും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. എന്തായാലും വിലങ്ങാട്ടെ ജനങ്ങൾ വലിയ ആശങ്കയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ നഗരപ്രദേശങ്ങളിലേക്ക് വന്നാൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് വിനോദ്. തീർച്ചയായും കോഴിക്കോട് വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണ് മഴ വരുത്തി വെക്കുന്നത്. വിലങ്ങാട് പ്രദേശത്ത് വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നു. വിവിധ റോഡുകളിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുന്നു. വൈദ്യുതി ബന്ധം നിലയ്ക്കുന്നു. വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നു. നഗരപ്രദേശത്തും മഴ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.